ഹലോ, ഇത് നമ്മുടെ ഫസ്റ്റ് വ്ലോഗാണ്. അപ്പോൾ നമ്മളിന്ന് ആദ്യം നമ്മൾ പോകുന്നത് കൊല്ലങ്കോട്. ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ കഴിയും, നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പോൾ ഞങ്ങൾ വീക്കെൻഡ്സിലെല്ലാം മാക്സിമം ഞങ്ങൾ വ്ലോഗ് ചെയ്യാനുള്ള ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ഒരു വ്ലോഗാണ്. അപ്പോൾ എന്തെങ്കിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചു തരാം പ്ലീസ്. അപ്പോ നമുക്ക് പോകും വഴി നമുക്ക് എല്ലാ വ്യൂസും എല്ലാം കണ്ടെങ്ങനെ പോകാം. ഓക്കെ, ഞങ്ങളെത്തി. ഇവിടെ താമരപ്പാടം പറഞ്ഞ സ്ഥലമാണത്. ഇതിൽ നമുക്ക് പാർക്കിംഗ് ഫീസ് ചെറുതായിട്ടുണ്ട്. ഫുൾ നമുക്കുള്ളത് മെയിനായിട്ട് നമുക്ക് ഈ പാടം മെയിൻ ആയിട്ട് ഈ പാഡി ഫീൽഡാണ്. പാഡി ഫീൽഡിൻ്റെ അടിയിൽ ഈ ഫ്ലവേഴ്സ് എല്ലാം വെച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒരു മെയിനായിട്ട് ഒരു ഗ്രീനറിയാണ്. അപ്പോൾ കൂടുതൽ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് പോവാം. ഓക്കെ, ഹായ്. അപ്പോൾ താമരപ്പാടം പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ സൈൻ ഓഫ് ചെയ്യണേ. ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ ദൂരമുള്ളൂ സീതാർകുണ്ട് വാട്ടർഫോൾസ് ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ പോകുന്നത്. അവിടെ നമുക്ക് വാട്ടർഫോൾസ് കാണാം. ബാക്കി കുറച്ച് നേച്ചറായിട്ട് ചിരിച്ച് കളിച്ച് സംസാരിച്ച് നമുക്ക് കുറച്ചൊരു സീൻസും കൂടെ കാണാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് എത്തിക്കുകയാണ്. കുറച്ച് നടക്കാനുണ്ട്. നമുക്ക് താഴെ പാർക്കിംഗ് ഉണ്ട്. അതിനുശേഷം നമുക്ക് ഫോറസ്റ്റിൻ്റെ ഏരിയയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവർ പാസ് തരും. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ താഴെ പാർക്കിംഗ് ഫീസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് ഫ്രഷപ്പ് ആവാനുള്ള കുറച്ച് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി കാണാം. ഓക്കെ,
എന്താണെന്ന് വെച്ചാൽ ഇവിടെ മേലെ നല്ല മഴയുണ്ട്. നല്ല മഴ പറഞ്ഞാൽ നമുക്ക് താഴെ ഇറങ്ങുമ്പോൾ അധികം തോന്നില്ല, പക്ഷേ മേലെ നല്ല മഴയുണ്ട്. നമുക്കത് ശരിക്കും എന്താ പറയുക, ഈ ഏരിയ ശരിക്കും നേച്ചേഴ്സ് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് കണ്ടറിയാൻ പറ്റും. അത് ഇവിടെ മേലെ സീതാർകുണ്ട് വാട്ടർഫോൾസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 2 അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന്, നമുക്ക് നേച്ചേഴ്സ് ബ്യൂട്ടി അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ഒരു ട്രെക്കിങ് ചെയ്ത ഒരു ഫീലും കൂടെ നമുക്ക് കിട്ടും. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അല്ലേ? അതെ. അപ്പോൾ എന്തായാലും പാലക്കാട് വരുമ്പോൾ എന്തായാലും കൊല്ലങ്കോട് മിസ് ചെയ്യരുത്.